യശു നീ ഏട്ടാ പോന്നേ? ആരെ കാണിക്കാനാ? താത്തിക്ക് എന്താ അല്ലേ? താത്തിനെ കാണിക്കാൻ പോവാണ് കഴിച്ചത് അല്ലേ? യശുവിനോട് ഞാൻ പറഞ്ഞ അവിടെ നിന്നോ, പോയി നിന്നില്ല, ഓളിൻ്റെ കൂടെ പോന്നു അല്ലേ? ഒറ്റക്കാൻ പേടിയാണല്ലോ. താത്തിക്ക് വയറുവേദന, താത്തി അതാ മുന്നേ പോകുന്നു. താത്തിനൊന്ന് പോയി കാണിച്ചിട്ടുണ്ട്, സൂചിക്ക് വെച്ച് വരാം അല്ലേ? യശു നല്ല വെയിലാണ്, നല്ല ചുട്ടുപൊള്ളണ വെയിലാണ്. എന്നിട്ടും വരണ്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ കൂടി. വെയിലില്ല ഞാൻ നടക്ക് നോക്കിയാണ് തോന്നും. ഭയങ്കര കുറുമ്പത്തിയാണ്, പറയണോ കേൾക്കൂല അല്ലേ? ഓളി സൂചി വെക്കാൻ പറയണം, പറഞ്ഞേ കേൾക്കാത്തതിനെ ഡോക്ടറോട് പറയണ്ടേ? ഞാൻ പറയും വേണ്ട. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി, ബസ് കാത്തിരിക്കുകയാണ്. നഴ്സിൻ്റെ മുഖം നോക്കിയേ, ഒക്കെ എവിടെയൊക്കെയോ വേദനകളുണ്ട്. ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറഞ്ഞാൽ വേദനകൾ അധികമാണ്, പുണ്ണുണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതിൻ്റെ വേദനയാണ് അതൊക്കെ. ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര തുടർന്നു. 2-3 സ്റ്റോപ്പേ ഉള്ളൂ, ഹെൽത്തിലേക്കാണ് പോകുന്നത്. ബസ്സിൽ കയറി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹെൽത്തിലെത്തി, ഷീറ്റ് എടുത്തു, ഡോക്ടറെ കാണിച്ചു, എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ്. കുറച്ച് ഗുളികകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. മെഡിസിൻ അവിടെ തന്നെ കിട്ടും കേട്ടോ മരുന്ന്. അപ്പോൾ അവിടെ പോയി ഗുളിക വാങ്ങിച്ചു. 3 ഗുളിക ഉണ്ടായിരുന്നു. മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാണ്, അപ്പം ഗുളിക വാങ്ങിച്ച് ഞങ്ങളിതാ വീണ്ടും തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് പോവാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. നമ്മളങ്ങനെ കാണിച്ചു തരികയാണ്. ഇതാണ്, പുറത്തിറങ്ങിയാൽ വെള്ളം വേണം. ഇനിയിപ്പോൾ ചൂടാണ്, ശരിയാണ്, വെള്ളം വേണം. എന്നാലും റോഡ് മേലെ എത്താൻ ലക്ഷ്യമായുണ്ട് കുട്ടിക്ക്, അത് ഈ കുട്ടിക്കില്ല അല്ല കുട്ടിയെ. ഇതാണ് ഓളോട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നടങ്ങി. നമ്മളെങ്ങനെ അതിനെ കാണിച്ചു, ബസ് ഇറങ്ങി നടന്ന് വരികയാണ്. യശു നീ എന്താ കഴിക്കുന്നത്? ഡയറി മിൽക്കൊക്കെ കഴിച്ചു വരുന്ന കഴിച്ചു. താത്തിക്കാണ് വയറിന് സുഖമില്ലാത്തത്, എന്നാലും മിഠായി, ചിപ്പപ്പ് അങ്ങനത്തെ ഒക്കെ താത്തിക്ക് വേണം. ചെല്ലുമ്പോൾ ആന്ന് ഞങ്ങൾ നടന്ന് കുഴങ്ങി. അതൊരു സ്നേഹഭവനം ഉണ്ടാക്കാനുള്ളത്. ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്ന് പോവുകയാണ്. ലക്ഷു എന്തൊന്നും പറയത്തെ? ലക്ഷന് കുറവാണോ? നല്ല വെയിലുമുണ്ട്, നല്ല ക്ഷീണം കൊടുക്കുന്നുണ്ട്, എന്നാലും നടക്കണ്ടേ. എന്ത് ചെയ്യാ പാത്തോ? താത്തി വെയിലോണ്ടാന്ന് തോന്നുന്നുണ്ട് ഫേസ് മൊത്തമായിട്ട് മറയ്ക്കാൻ. ഇരിക്കേണ്ട ഒരു കാടുണ്ട്, സർപ്പക്കാവാണ് തോന്നുന്നുണ്ട്. ഇങ്ങോട്ട് അവിടെ ഒന്നും പോകാൻ പറ്റില്ല. ബാവാ സർപ്പുണ്ടടി എൻ്റെ ഉള്ളിൽ. എന്നിട്ട് എനിക്ക് പേടിയാ. ഞങ്ങളിപ്പോഴത്തെ ഓപ്പോസിറ്റ് വയലുണ്ട്, മയിലൊക്കെ വരുത്തുന്നുണ്ട് കേട്ടോ ഞങ്ങളെ വയലിൽ. പക്ഷേ ഇപ്പോൾ മയിലൊന്നും കാണാനില്ല. ഇന്നലെ ഞാൻ പോകുമ്പോൾ മയിലിനെ കണ്ടിട്ടുണ്ട്, ബട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ഇന്നലെ തിരക്കിടിച്ച് പോകാൻ പെണ്ണും ആണും എല്ലാം ഉണ്ടാവലുണ്ടായിരുന്നു. ഐഷു നടന്ന് കുഴഞ്ഞിട്ടുണ്ട്, നടന്നിട്ടും എത്തുന്നില്ല. കുറച്ചൊരു 10 മിനിറ്റിലധികം നടക്കാനുണ്ട്. ഇനി ഞങ്ങൾ നടന്ന് പോകുന്നു. യശു കുഴങ്ങി ഒരു കൈയൊക്കെ കൊടുത്ത് നിൽക്കുക. കുഴങ്ങി ഞാൻ വീട്ടിൽ പോയി വേഗം കുറച്ച് വെള്ളം കുടിച്ച് നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഫ്രണ്ടിൻ്റെ വീട് കണ്ടു. അവിടെ കുറേ ഇരുമ്പാമ്പുളി, നിങ്ങളവിടെ എന്താ പറയുക, ഓരോ നാട്ടിലേക്ക് ഓരോ പേരാണ്, അതുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പറിച്ച് കറിയിലിടാനും അച്ചാറിടാനും ഒക്കെ ടേസ്റ്റാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പറിച്ചു. ഞങ്ങൾ വീണ്ടും പുളി പറിച്ചു വീട്ടിലേക്ക് നടക്കുക. പിന്നെ വീട്ടിലെത്തിയിട്ടില്ല ഗായ്സ്, നമ്മൾ പുളിയൊക്കെ പറിച്ചു വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ്. കണ്ടോ ഗായ്സ്, എൻ്റെ മമ്മ കണ്ടെന്നെ ചീത്തറി.
മമ്മൻ്റെ അവിടെ ഉണ്ട് സ്കൂളിൽ. എന്നിട്ട് അവിടെ പോയി ഞാൻ പറിക്കാണ്ട് ഇവിടെ അടുത്തുള്ള വീട്ടിൽ വന്ന് പറിച്ചു പോയി. ഇവിടെ ഉണ്ട്. അങ്ങനെ ഗായ്സ് നമ്മളെ വീട്ടിലെത്തി. ചെടികൾ കണ്ടു. പതുക്കെ പതുക്കെ അവർ സ്റ്റെയർ കയറി കൊടുക്കുന്നു. ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ മുകളിലാണല്ലേ, താഴെ വേറെ ടീം വേണ്ട. മുകളിലാണ്. രാത്രി കുഴങ്ങി കിടക്കുന്നു. ബൈ.